ഇതൊരു 1000 കിലോക്കൊക്കെ മുകളിൽ കാണും. ഞാൻ കറക്റ്റ് 6 അടിയുള്ള ഒരാളാ. ഓക്കെ. എന്റെ തോളോളം വരുമ്പോൾ എന്റെ തോളിൽ കൂടുതൽ കൊമ്പുണ്ടല്ലേ. ഇതിന് ലക്ഷണങ്ങൾ നോക്കിയിട്ട് നിങ്ങൾക്ക് പോത്തുകൾ മേടിക്കാം. ഇതിന് ലക്ഷണങ്ങളുള്ള പോത്തുകൾ മാത്രമേ നമ്മളെത്തുള്ളൂ. വെള്ളം കണ്ടു കഴിഞ്ഞാൽ അവിടെ നിന്ന് കയറില്ല. നിങ്ങൾ നേരത്തെ കണ്ടല്ലേ കുളത്തിനകത്ത്. മുറ ഇനത്തിൽപ്പെടുന്ന നല്ല ഹെവി സൈസിലുള്ള നല്ല ജൈന്റ് ഒരു പോത്താണ് നമ്മുടെ മുമ്പിൽ നിൽക്കുന്നത്. നമ്മുടെ പാലക്കാട് മണ്ണാർക്കാടുള്ള നമ്മുടെ സെയ്ഫിന്റെ മുറ ഫാമിൽ നിൽക്കുന്ന ഒരു പോത്താണ് കേട്ടോ. നല്ല സൈസ് എന്ന് പറഞ്ഞാൽ ഇതിന്റെ ഒരു രൂപം ഈ ഫോണിൽ കൂടെ കാണുമ്പോൾ നിങ്ങൾക്ക് എത്രത്തോളം മനസ്സിലാവുമെന്ന് അറിയില്ല. സൈഫെ, നമുക്കിതിപ്പോൾ കയ്യിൽ കിട്ടിയിട്ട് ഇപ്പോൾ എത്ര നാളായി? ഇതോടെ കൊണ്ടുവന്ന് കുറച്ചായി. നമ്മൾ ആരും കാണിക്കാറില്ല. നമ്മുടെ ചെല്ലക്കുട്ടിയാണ്. ഇതിന് പേരെന്തായിട്ടിരിക്കുന്നത്? അതാണ് പ്രത്യേകിച്ച് ഒരു പേരൊന്നും ഇട്ടിട്ടില്ല. ഇനി ഇടണം നമുക്ക്. ഇനി ഇടണം. അത്യാവശ്യം നല്ല ഹൈറ്റ് ഉണ്ട്. സൈഫ് ഇപ്പൊ എത്ര നീളമുണ്ട്? ഞാൻ ഒരു 6 അടി ഹൈറ്റ് വരും. കറക്റ്റ് 6 അടി ഹൈറ്റ് ഉണ്ട്. അപ്പൊ സൈഫിന്റെ തോൾ പൊക്കമുണ്ട് കേട്ടോ. അത്രയും സൈസ്ഡ് ആയിട്ടുള്ള ഒരു ഹെവി പോത്താണ് സൈഫ്. അപ്പൊ ഇത് ഏകദേശം എത്ര കിലോ ഉണ്ടെന്നാണ് എക്സ്പെക്ട് ചെയ്യുന്നത്? ഇതൊരു 1000 കിലോക്കൊക്കെ മുകളിൽ കാണും. 1000 കിലോയ്ക്ക് മുകളിൽ കാണും. ശരിക്കും സേഫ് ആയിട്ട് ഇത് എപ്പോഴും നമ്മുടെ ആ ഒരു കുളത്തിലിറങ്ങി കളിയും ബഹളമൊക്കെ ആണല്ലോ. ഇതുപോലെ നമ്മളായിട്ട് ടൈപ്പാണ്. ബാക്കിയുള്ളവരൊന്നും അടുപ്പിക്കില്ല. ഇല്ല. കുളിക്കാൻ ഭയങ്കര ഇഷ്ടമാണ്. വെള്ളം കണ്ടു കഴിഞ്ഞാൽ അവിടെ നിന്ന് കയറില്ല. നിങ്ങൾ നേരത്തെ കണ്ടല്ലേ കുളത്തിനകത്ത്. അതെ. സേഫും അതുപോലെ തന്നെ കേട്ടോ. പോത്തിന്റെ കൂടെ കിടന്ന് മറിയാണ്. അല്ല, അവനെ പിടിക്കാൻ വേണ്ടിയിട്ടാണ്. അല്ലാണ്ട് ഞാൻ കുളത്തിനകത്ത് വല്ലാണ്ട് ഇറങ്ങാറില്ല. ഇറങ്ങുമ്പോൾ ദൂരെ പോയി കഴിഞ്ഞാൽ പിന്നെ പിടിച്ചോണ്ടിന്റെ പാടാ. അപ്പൊ അത് കാരണം കൊണ്ട് ഇറങ്ങിയാണല്ലേ. അപ്പൊ നമ്മുടെ സേഫിന്റെ മുറ പോത്തിന്റെയും വിശേഷങ്ങൾ ഇവിടെ വെച്ചിട്ട് അവസാനിക്കുകയാണ്. മറ്റൊരു എപ്പിസോഡുമായിട്ട് വീണ്ടും കാണുന്നവരെ.